ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണ. അപ്പോൾ ലാലേട്ടനെ നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടു. ശോഭന, മണിയമ്പിള്ള രാജു, ഇർഷാദ് എന്നിവരൊക്കെ അഭിനയിച്ച ഒരു നല്ല ഫാമിലി മൂവി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എന്താണ് പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരുപാട് തവണ ആവർത്തിച്ച് മലയാളികൾ കണ്ടിട്ടുള്ള കഥാപ്രമേയം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തും വന്നിട്ടുള്ളത്. പക്ഷേ തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ അതിമനോഹരമായിട്ട് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളാണെങ്കിലും ഇതിൻ്റെ ഛായാഗ്രഹണമാണെങ്കിലും ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും സംഗീതം അങ്ങനെ എല്ലാം തന്നെ വളരെ ഗംഭീരം തന്നെയാണെന്ന് പറയാം. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ലാലേട്ടൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ്റെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഒരു അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും ഈ ഒരു കഥാപാത്രത്തിൻ്റേതായിട്ടുള്ള മാനറിസങ്ങളും ഫൈറ്റുകളുമെല്ലാം ഗംഭീരമായിട്ട് ചിത്രീകരിക്കാൻ തരുൺ മൂർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയിലുള്ളൊരു മറ്റൊരു പ്രത്യേകത, ഇതിലൊരു പുതുമുഖ കഥാപാത്രം, ഒരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ജോർജ് എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സിനിമയ്ക്കകത്ത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു സിനിമയുടെ തുടരും എന്ന് പറയുന്ന ഒരു പേര്, എന്തിനാണ് ഈ ഒരു സിനിമയ്ക്ക് തുടരും എന്ന് പറയുന്ന ഒരു പേര് ഇട്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന കാര്യമാണ്. പക്ഷേ സിനിമ അവസാനിക്കുന്നതോടു കൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു പക്ഷേ ഇതായിരിക്കാം ഈ ഒരു സിനിമയ്ക്ക് തുടരും എന്ന് പേര് വരാൻ കാരണം എന്ന് നമുക്ക് തോന്നിപ്പോകും. മാത്രമല്ല ഈ സിനിമ കഴിയുമ്പോൾ ലാലേട്ടൻ തുടരും, മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര വർക്കൗട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ തീർച്ചയായിട്ടും മലയാളത്തിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്ക് എന്തായാലും സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും സിനിമകൾ ഇഷ്ടപ്പെടട്ടെ, നല്ല നല്ല സിനിമകൾ ഇനിയും നമുക്കെല്ലാവർക്കും കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.